എമ്മാനുവേൽ ക്രിസ്മസ് ഒരുക്ക ധ്യാനം 10-ാം ദിവസം, ഡിസംബർ 10. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 463 ഖണ്ഡിക. ദൈവപുത്രൻ്റെ യഥാർത്ഥമായ മനുഷ്യ അവതാരത്തിലുള്ള വിശ്വാസം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തനതായ അടയാളമാണ്. ഈ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം മനുഷ്യാവതാരത്തിലുള്ള വിശ്വാസം, അടിസ്ഥാന വിശ്വാസം എന്നാണ്. വിശുദ്ധ ഗ്രന്ഥം ഇക്കാര്യം പ്രത്യേകമായി പറഞ്ഞു തരുന്നുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ, പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്, മറിച്ച് ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. കാരണം പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും ഇറങ്ങിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം: യേശു ക്രിസ്തു ശരീരത്തിൽ വന്നു എന്ന് ഏറ്റുപറയുന്ന ഏത് ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതാകുന്നു. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ദൈവപുത്രൻ്റെ യഥാർത്ഥമായ മനുഷ്യാവതാരത്തിലുള്ള വിശ്വാസം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തനതായ അടയാളമാണ് എന്ന പ്രബോധനത്തെ തുടർച്ചയായി സഭ ഇങ്ങനെ കൂടെ പറയുന്നുണ്ട്. ആരംഭം മുതലേ സഭയുടെ ആഹ്ലാദനിർഭരമായ ബോധ്യമാണിത്. നമ്മുടെ മതത്തിൻ്റെ രഹസ്യം സഭ ആലപിക്കുമ്പോൾ ഈ ബോധ്യം പ്രകാശിതമാകുന്നു. അവിടുന്ന് ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിലുള്ള വിശ്വാസം. ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് നോക്കാം. ദൈവം സ്നേഹമാണെന്ന് വിശ്വസിക്കുന്നതാണ് ദൈവത്തിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അടിസ്ഥാന അർത്ഥം. 2 രീതിയിലാണ് ദൈവം സ്നേഹമാണെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ദൈവം തന്നിൽ തന്നെ സ്നേഹമാണ്. 2, തനിക്ക് പുറമേയും ദൈവം സ്നേഹമാണ്. തന്നിൽ തന്നെ ദൈവം സ്നേഹമാണ് എന്നതിൻ്റെ അർത്ഥം വിശുദ്ധ ജോൺ രണ്ടാം മാർപ്പാപ്പ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്: വൈയക്തിക സ്നേഹ സംസർഗത്തിൻ്റെ രഹസ്യമായാണ് ദൈവം തന്നിൽ തന്നെ ജീവിക്കുന്നത്. വൈയക്തിക സ്നേഹ സംസർഗത്തിൻ്റെ രഹസ്യമായാണ് ദൈവം തന്നിൽ തന്നെ ജീവിക്കുന്നത്. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള അഭേദ്യമായ അനന്തമായ സ്നേഹത്തിലാണ് ദൈവം വസിക്കുന്നത്. രണ്ടാമത്തേത്, മനുഷ്യ അവതാരത്തിലൂടെയും പെന്തക്കൊസ്തയിലൂടെയും തൻ്റെ പുത്രനെയും തൻ്റെ ആത്മാവിനെയും മനുഷ്യകുലത്തിന് ആത്മദാനം നൽകി ദൈവം സ്നേഹിക്കുന്നു. ഇതിൽ രണ്ടാമത്തേതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. അതായത് മനുഷ്യാവതാരത്തിലൂടെ സ്വയം നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുക എന്നത്. നിക്കാ വിശ്വാസ പ്രമാണം മനുഷ്യാവതാര രഹസ്യം പ്രഘോഷിക്കുന്നത് ഇപ്രകാരമാണ്: മനുഷ്യരായ നമുക്കും വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന്, അതായത് പുത്രനായ ദൈവം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു മനുഷ്യനായി പിറന്നു. 3 സുപ്രധാന കാര്യങ്ങളാണ് സഭ ഇവിടെ ഏറ്റുപറയുന്നത്. ഒന്ന്, ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. 2, ദൈവപുത്രൻ
ശരീരം സ്വീകരിച്ചു. 3, ദൈവപുത്രൻ മനുഷ്യനായി. ഒന്നാമത്തേത്, സ്വർഗത്തിൽ നിന്നിറങ്ങി. നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും പുത്രനായ ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി. സ്വർഗത്തിൽ നിന്നിറങ്ങി എന്നതിൻ്റെ അർത്ഥം വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 6 മുതൽ വാക്യങ്ങളിൽ വിവരിച്ച് പറയുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ചു. സകല സൃഷ്ടികളെയും ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കിയവനും അസ്തിത്വങ്ങളുടെ എല്ലാം ഉറവിടവും അസ്തിത്വ സമ്പൂർണതയുമായവൻ ഇല്ലായ്മയായി അഥവാ ശൂന്യമാക്കി എന്നത് എത്ര മഹാത്യാഗമാണ്! അതിന് അവിടുത്തെ പ്രേരിപ്പിച്ചത് എന്താണ്? മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും. അതിനാൽ ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം നമ്മെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ഇല്ലായ്മയാകാൻ തക്കവിധം നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മെ പൂർണ്ണമായി അടിയറ വയ്ക്കുക എന്നതാണ്. രണ്ടാമത്തെ ഘടകം, ദൈവപുത്രൻ ശരീരം സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയത്തിൽ നിന്ന് അവിടുന്ന് ശരീരം സ്വീകരിച്ചു. ഇതാണ് എനിക്ക് വിശ്വാസ പ്രമാണമേറ്റ് പറയുന്നത്. ശരീരം സ്വീകരിക്കുക എന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ചെറുതാകലാണ്, സ്വയം പരിമിതനാകലാണ്. അപരിമേയത്വമാണ് ദൈവത്തിൻ്റെ പ്രകൃതി. അത് ദൈവത്തിൻ്റെ പരിപൂർണതയാണ് കാണിക്കുന്നത്, ഒരു കുറവുമില്ലാത്ത അവസ്ഥ. ശരീരം ധരിക്കുക വഴി പരിമിതനാകാൻ ദൈവപുത്രൻ സ്വയം വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ശരീരത്തിലേക്ക് വന്നതോടെ ദൈവം നിയന്ത്രിതനാകാൻ സമ്മതിക്കുകയായിരുന്നു. സ്ഥലകാല സാഹചര്യങ്ങൾക്ക് വിധേയനാകുവാൻ സന്നദ്ധനാവുകയായിരുന്നു. മനുഷ്യരെ ദൈവം ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയാണ് അതിലൂടെ വന്നത്. അവരുടെ സഹായം അവിടത്തേക്ക് അനിവാര്യമായി. പോറ്റി വളർത്താൻ ഒരമ്മയും സംരക്ഷിക്കാൻ ഒരു വളർത്തുപിതാവും വേണ്ടി വന്നു. പ്രസംഗിക്കാൻ പത്രോസിൻ്റെ വഞ്ചിയും അടയാളങ്ങൾ പ്രവർത്തിക്കാൻ സിനഗോഗുകളും ആവശ്യമായി. ഞൊടിയിടയിൽ എവിടെയും എത്താൻ കഴിവുള്ള സർവ്വവ്യാപിയായ അവൻ കുറച്ചു ദൂരം മാത്രം യാത്ര ചെയ്യാൻ വേണ്ടി നടന്നു കുഴഞ്ഞു. 10,000 അത്ഭുതകരമായ അപ്പം വർദ്ധിപ്പിച്ച് തീറ്റിയവൻ വിശന്ന് ദാഹിച്ചും വലഞ്ഞു. ശരീരം ധരിച്ചതുകൊണ്ട് ശത്രുക്കൾക്ക് പിടികൂടാനും അതിദാരുണമാംവിധം ദേഹോപദ്രവം ഏൽപ്പിക്കാനും അവസാനം കുരിശിൽ തറച്ച് വധിക്കാനും ഇടയായി. മൂന്നാമത്തെ ഘടകം, മനുഷ്യനായി പിറന്നു. ദൈവം മനുഷ്യനായി തീരുക എത്രമാത്രം അവിശ്വസനീയവും അചിന്തനീയവും. ആദിമാതാപിതാക്കന്മാരുടെ വീഴ്ചയ്ക്ക് കാരണം ദൈവത്തെപ്പോലെ ആകാനുള്ള അതിമോഹമായിരുന്നു. ദൈവത്തെ കൂടാതെ ദൈവത്തെപ്പോലെ ആകാൻ ശ്രമിച്ചതാണ് കുഴപ്പത്തിന് കാരണമായത്. ആയിരിക്കുന്ന ഒരു താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഉയർന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികം. എന്നാൽ പരമോന്നത അവസ്ഥയിൽ നിന്ന് ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് വരാൻ ആരെങ്കിലും മനസ്സാകുമോ? ഒരിക്കലുമില്ല. ദൈവം മനുഷ്യനാകുക എന്നത് പരമോന്നത അവസ്ഥയിൽ നിന്ന് ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വരിക എന്നതാണ്. ഇത് അങ്ങേയറ്റം അചിന്തനീയമാണ്. ഇപ്രകാരം ചെയ്യാൻ പുത്രനായ ദൈവത്തെ പ്രേരിപ്പിച്ചതാകട്ടെ നമ്മെ രക്ഷിക്കാനുള്ള അത്യുത്കടമായ ആഗ്രഹവും സ്നേഹവും മാത്രം. ക്രിസ്മസിന് ഒരുങ്ങുന്ന ഈ സമയത്ത് യേശുവിൻ്റെ മനുഷ്യവിതാരകസം ധ്യാനിക്കുന്ന നാം
സ്വയം ആത്മശോധന ചെയ്യേണ്ടതായ കാര്യമുണ്ട്. നമ്മുടെ രക്ഷ ദൈവത്തിന് ഇത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ യേശുവിലൂടെ സംലഭ്യമായ രക്ഷ നാം എത്രമാത്രം വിലമതിക്കുന്നു. ഇത്ര ത്യാഗം സഹിച്ച് സ്വയമില്ലായ്മയായിത്തീർന്ന് രക്ഷ യേശു നേടിത്തന്നു നമുക്കെങ്കിൽ എന്നിട്ടും നാം അത് ശരിയാവണ്ണം വിലമതിക്കുന്നുണ്ടോ എന്ന് ഗാഢമായി ചിന്തിക്കണം. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നവൻ ദാസൻ്റെ രൂപം സ്വീകരിച്ചു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മുടെ രക്ഷ നാം വിലമതിക്കുന്നെങ്കിൽ പാപത്തിൻ്റെ യാതൊരു കറയും പുരളാതിരിക്കാൻ നാം അങ്ങേയറ്റം ശ്രദ്ധിക്കും. അതിനുവേണ്ടി ഏത് നേട്ടവും ലാഭവും ഉച്ഛിഷ്ടം പോലെ ഉപേക്ഷിക്കാൻ നാം തയ്യാറാകും. സദാപ്രസാദപരാവസ്ഥയിൽ നിലനിൽക്കാൻ നാം അതീവ താൽപ്പര്യമെടുക്കും. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോടുള്ള സജീവ കൂട്ടായ്മയിൽ നിരന്തരം ജീവിക്കാൻ നാം ബദ്ധശ്രദ്ധരായി. പുണ്യാഭ്യാസങ്ങൾ പുരോഗതി പ്രാപിക്കാൻ നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യും. ഈ ക്രിസ്മസ് കാലത്ത് ദൈവപുത്രൻ്റെ മനുഷ്യ അവതാരവും അതിനായി അവിടുത്തെ പ്രേരിപ്പിച്ച നമ്മോടുള്ള സ്നേഹവും നമ്മെ കീഴടക്കട്ടെ. ആമേൻ. കർത്താവായ യേശുവേ, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി ശരീരം ധരിച്ചു മനുഷ്യനായിത്തീർന്നു. ഈ മഹാരഹസ്യം സദാ എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കണമേ. മിശിഹായെ പറ്റിയുള്ള കാര്യങ്ങൾ ഗാഢമായി ചിന്തിച്ചുകൊണ്ട് ജീവിച്ച പരിശുദ്ധ മറിയത്തെപ്പോലെ മനുഷ്യാവതാര രഹസ്യം എൻ്റെ ധ്യാനത്തിൻ്റെയും ചിന്തയുടെയും ഭാവനയുടെയും ഓർമ്മയുടെയും വിഷയമാകട്ടെ. അങ്ങനെ എൻ്റെ രക്ഷ ഞാൻ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ ജീവിക്കുവാനും ഇടയാകട്ടെ. ആമേൻ.